ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഐസ്ക്രീം തയ്യാറാക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പം ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കവർ പാലോ പശുവും പാലോ കിട്ടുന്നതിനനുസരിച്ച് നമ്മളെടുക്കാം. ആ ഒരു കവർ പാലിൽ നിന്ന് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. ഇത്ര എടുത്തിട്ടുള്ളൂ. ഈ ഗ്ലാസ്സിൻ്റെ ഒരു 1/4 ഭാഗം അതെടുത്തതിന് ശേഷമുള്ള ബാക്കി പാല് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. പാലിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പാല് ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. ഞാൻ ആകെ ഉദ്ദേശിച്ചിരിക്കുന്നത് 1 കവർ പാലിന് വലിയ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കണക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലാണ്, അത് എപ്പോഴാണെന്ന് പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര എല്ലാം ഒന്ന് അലിയിച്ചെടുക്കുന്ന വരെ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് പാലിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 2 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഞാനിപ്പോൾ ഒരു കവർ പാലിന് ഇവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു ശക്കലം പാലെടുത്തിട്ട് നിന്നൊരു ഗ്ലാസ്സിലെ പാലെടുത്ത് മാറ്റി വെച്ചില്ലേ, അത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക. ഒരു കട്ട പോലും പാടില്ല. നമ്മൾ ഈ ഗോതമ്പ് പൊടി ഡയറക്റ്റ് നമ്മളിപ്പോൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന പാലിലിട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് കട്ട കെട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ പാല് നേരത്തെ ഒരു ശകലം എടുത്ത് നമ്മളിപ്പോൾ ഈ കാച്ചിയതിനകത്തു നിന്നാണെങ്കിലും മതി. പക്ഷെ അത് ചൂടായിപ്പോവും. നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ആ ഗോതമ്പ് പൊടി അങ്ങ് വെന്തു പോകും. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കട്ടയില്ലാതെ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. അടിയിലൊക്കെ അഥവാ ഗോതമ്പ് പൊടി കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ശകലം പാലെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി ഒരുപാട് തീ കൂട്ടിയിടരുത്. ഗോതമ്പ് പൊടിയും ഒഴിച്ചതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് കുറുകി കിട്ടും. ഇതൊരു ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എത്രയും കുറുകണം എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു പരുവം കണ്ടോ, പാലും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നമ്മുടെ ഒരു തിക്കായിട്ട് വന്ന ഗ്രേവി പോലെ കണ്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിൽ കൂടുതൽ ഒരുപാട് നമ്മളിത് വെച്ച് മിക്സ് ചെയ്യരുത്. ഈ ഒരു പരുവം കണ്ടോ, നല്ല കുറുകിയ ഒരു ടെക്സ്ചർ കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിടാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയുടെ വെള്ള, മഞ്ഞയും കൂടെ ചേർത്തെടുക്കരുത്, വെള്ള മാത്രം മതി. 2 മുട്ട നമ്മൾ തീർച്ചയായിട്ടും എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആകെ പറഞ്ഞത്. അതിൽ 4 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം പാലിൻ്റെ മിക്സിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ബാലൻസ് 2 ടേബിൾ സ്പൂൺ, വലിയ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3-4 ഏലക്ക അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഒരു മിക്സിയിലിട്ട് സെപ്പറേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തോടോടുകൂടിയോ കുരുവോടുകൂടിയോ നമ്മൾ ചേർത്ത് കൊടുക്കരുത്, അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് 3ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പാലിൻ്റെയും ഗോതമ്പൊടിയുടെയും മിക്സ് തണുത്ത് വേണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതുകൊണ്ട് മിക്സ് നന്നായിട്ട് ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും വാനില എസൻസ് കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി ഇളക്കി രണ്ട് മിക്സും കൂടി നന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ വെക്കണം. അതിനുവേണ്ടി നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം. തീർച്ചയായിട്ടും അടപ്പുള്ള ടൈറ്റായിട്ടിരിക്കുന്നൊരു കണ്ടെയ്നർ വേണം നമ്മൾ എടുക്കാൻ. ഞാനിപ്പോൾ അതുപോലത്തെ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ അലൂമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ ഉള്ളവർ അത് വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ അത് രണ്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഡയറക്റ്റ് തന്നെ അങ്ങ് കണ്ടെയ്നറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. ഇത് നന്നായി ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ നേരം ഒന്ന് വെച്ച് തണുപ്പിക്കാം. ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പ് ഫ്രീസറിൻ്റെ തണുപ്പ് ഹൈയിൽ വേണം ഇടാൻ വേണ്ടി, എങ്കിലേ നമുക്കിത് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ. നമുക്കിത് 2 മണിക്കൂർ ഫ്രീസർ വെച്ചതിന് ശേഷം നോക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം മിക്സ് വെച്ചിട്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ വീണ്ടും 2 മണിക്കൂറിന് ശേഷം ഒന്നുകൂടി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കണ്ടെയ്നറിലോട്ട് തന്നെ നമുക്കിത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് കവർ ചെയ്ത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും വെക്കുക. നമ്മളിപ്പോൾ ഇത് രാത്രി തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസത്തേനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. നമ്മൾ 8 മണിക്കൂറെങ്കിലും നമ്മളിത് മിനിമം വെച്ചിരിക്കണം, എങ്കിലേ നന്നായിട്ട് കട്ടയായിട്ട് ഐസ്ക്രീം നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്ത് നോക്കാം. ഈ സ്കൂപ്പ് ചെയ്യുന്ന ആ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞി ഇങ്ങനത്തെ തവിയുണ്ടല്ലോ, അതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഐസ്ക്രീം ഇങ്ങനെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്ത് നോക്കാം. ഐസ്ക്രീം നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി നമ്മുടെ ഐസ്ക്രീമാണ്. വെറും ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വാനില എസൻസ് മാത്രമേ ഉള്ളൂ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട വന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ